ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ലൈഅതൻ ഫദ്ഉനി. നിങ്ങൾക്ക് കടമോ പ്രയാസമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ. ഈ മൗലവിയുടെ അതേ വാചകപ്രകാരമുള്ള അർത്ഥമാണ് എന്നോട് പ്രാർത്ഥിച്ചോളൂ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏത് ബാബിലാണ് ഇതിനെ ഇമാം നവവി റഹിമഹുല്ല മനസ്സിലാക്കിയതെന്ന് മുസ്ലിയാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പ്രശ്നം തീരുമായിരുന്നു. കിതാബുൽ ഫറായിദിലാണ് ഇമാം നവവി റഹിമഹുല്ല അതല്ലെങ്കിൽ ഈ ഹദീസ് വന്ന ഭാഗത്തിന് ഇമാം നവവി റഹിമഹുല്ല ബാബ് വെച്ചത് കിതാബുൽ ഫറായിദ് എന്നാണ്. അപ്പം ഫഅയ്യുകും മൻ തറക ദൈനൻ, ആരെങ്കിലും മരിക്കണ സമയത്ത് അയാൾ കടക്കാരനായിക്കൊണ്ടാണ് മരിക്കുന്നത്, അതല്ലെങ്കിൽ ഔ ലൈഅതൻ, അയാൾക്ക് നിരാലംബരായിട്ടുള്ള കുടുംബക്കാരാണുള്ളത്, അതായത് അദ്ദേഹത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്, അദ്ദേഹം മരിച്ചതോടുകൂടി അവരൊക്കെ എന്തായി പട്ടിണിപ്പാവങ്ങളും പ്രയാസത്തിലും ആകുന്ന അവസ്ഥയിലാണുള്ളത് എങ്കിൽ ഫദ്ഉനി. മുസ്ലിയാർ പറഞ്ഞ കണക്ക് നോക്കുകയാണെങ്കിൽ അവരെന്നോട് അപ്പോൾ നിങ്ങൾ എന്നോട് എന്താക്കുക, പ്രാർത്ഥിക്കുക എന്നാണ്. അത് പേരോട് ഇതിൻ്റെ തൊട്ടുമുമ്പ് പറഞ്ഞൊരു സാധനമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിക്കാണ്ട് പ്രാർത്ഥിക്കലില്ല പെർമിഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഫദ്ഉനി എന്ന് പറഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു കൊള്ളട്ടെ എന്നാണ്. ആ കടം വീട്ടാൻ ആവശ്യമായ പണം, അതുകൊണ്ട് അവൻ്റെ ധനം ഞാൻ വീട്ടിക്കൊള്ളാമെന്നാണ് നബി പറഞ്ഞത്. അതിനെയാണ് മുസ്ലിയാർ എന്താക്കിയത് ഫദ്ഉനി. ഇക്കാലത്തിലാണ് ഇവരെന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കടം വന്ന് മരിച്ചാൽ ഒക്കെ നബിനോട് തോരുന്നോളി, നബി വീട്ടിക്കോളി എന്ന് പറയും. ഇവർക്കൊന്നും ആ നിലക്കൊക്കെ ഈ കടം കൊടുക്കാൻ പോലും പറ്റും തോന്നുന്നില്ല. കാരണം സ്വാഭാവികമാണ്, കടം തിരിച്ചു തരാതെ ഒരു പറയുന്നത് നബി വീട്ടിക്കോളൂ നിങ്ങൾ തോരുന്നാൽ മതി എന്ന് പറയുന്നിടത്തേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നതാണ്. നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെ ഓരോ സമയത്ത് ചെല്ലുള്ള ദിക്കറുകൾ പ്രാർത്ഥനകളൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ആരാധന ഇല്ലാത്തിനൊരു ഉദാഹരണം കാണിച്ചാൽ മതി. പക്ഷെ അവർക്ക് കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ആരാധനയാണ്. കേരളത്തിൽ വ്യത്യസ്ത സംഘടനകൾ, വിശിഷ്യ സമസ്തയെ പോലെയുള്ള ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ആദർശ വിഷയങ്ങളിലെ കടുത്ത അബദ്ധങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളെയുമെല്ലാം തെളിവുകൾ സഹിതം തുറന്നു കാട്ടിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ദി എവിഡൻസ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. ആ ഒരു പ്രോഗ്രാമിൽ സമസ്തയുടെ അബദ്ധത്തിൻ്റെ അടിവേരായ, അതല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ അവരിൽ സംഭവിച്ച ഒരു അബദ്ധം, ഒരു വലിയ തെറ്റ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള സമസ്തയുടെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വയിലൂടെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫത്വ കൊടുത്ത ഒരു ഉദ്ധരണിയെ കോട്ട് ചെയ്തുകൊണ്ട് ബഹുമാനനായ ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി അതിലെ അബദ്ധങ്ങളെ, അതിൻ്റെ ഗൗരവത്തെ കൃത്യമായി ഉണർത്തുകയും അതോടൊപ്പം മറ്റൊരു ഫത്വ എന്നുള്ളത് ഇസ്ലാമിനെ തകർത്ത് കളയുന്നതും മുൻഗാമികൾക്ക് പരിചയമില്ലാത്തതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് തെളിയിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ആ ഒരു ഭാഗത്തെ കട്ട് ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതിനെയും ന്യായീകരിച്ചുകൊണ്ട് അതിന് വ്യത്യസ്തങ്ങളായ തെളിവുകളെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ചില സമസ്തയിലെ ഉസ്താദുമാർ, അതല്ലെങ്കിൽ ചില പ്രവർത്തകർ അതിനു വേണ്ടി ശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് ആദ്യം ആ ഒരു ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ചർച്ച തുടരാം. ആ ഭാഗം കേൾക്കുക. സഹോദരന്മാരെ, ഞാൻ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സമസ്തയിൽപ്പെട്ട സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ചോദിക്കാൻ, ഇങ്ങനെ ഒരു ഫത്വ അഥവാ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊടുത്ത ഇതുപോലത്തെ ഒരു ഫത്വ നിങ്ങൾക്ക് ഇമാം ഷാഫിയുടേത് കാണാൻ കഴിയോ? നിങ്ങൾക്ക് ഇമാം അഹമ്മദിൻ്റെത് കാണാൻ കഴിയോ? നിങ്ങൾക്ക് ഇമാം അബൂ ഹനീഫയുടേത് കാണാൻ കഴിയോ? പോകട്ടെ, ഇമാം നവവിയുടേത് കാണാൻ കഴിയോ? ലോകത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സുബക്കിക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ട് മുമ്പ്, അതിനുശേഷമാണ് ഈ പറയുന്ന തിന്മകൾ വന്നിട്ടുള്ളത്. ആദ്യ നൂറ്റാണ്ടുകളിൽ അവർക്കും അദ്വാഉൽ ഇബാദ എന്നുള്ള ഹദീസൊക്കെ കണ്ടതാണല്ലോ. ഏതെങ്കിലും ഒരു ഫത്വയിൽ ഉണ്ടോ? ഞങ്ങള് വല്ലാതെ മെനക്കാടണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഫത്വ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്വർഗം കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടല്ലോ അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹി അസ്സ വജൽ ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ലൈഅതൻ ഫദ്ഉനി. നിങ്ങൾക്ക് കടമോ പ്രയാസമോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ. ഈ മൗലവിയുടെ അതേ വാചകപ്രകാരമുള്ള അർത്ഥമാണ് എന്നോട് പ്രാർത്ഥിച്ചോളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇലക്കാൾ അപ്പത്തേക്ക് ഏതെങ്കിലും ഇമാമിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? സഹോദരന്മാരെ, പൊന്മള ഉസ്താദ് പറഞ്ഞത് ഇസ്തിഗാത്ത എന്ന് പറയുന്ന പ്രാർത്ഥന അത് അള്ളാഹുവിന്റെ മഹാന്മാരോട് പറ്റുമെന്നാണ്.
അത് ആരാധനയാവുന്ന പ്രാർത്ഥനയാക്കി കോട്ടി മാറ്റിയിട്ട് പൊന്മുള ഉസ്താദിനെ ഷിർക്കിന്റെ പ്രചാരകരാക്കാണ്. നോക്കൂ, ഹദീസിൽ എന്താണ് പ്രയോഗം? ഉദുഊനി അസ്തജിബ് ലക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആഇന് ഉപയോഗിച്ച അതേ പദം ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ എന്ന് പറയുന്നു. മുജാഹിദുകള് ഈ വാചകം പിടിച്ചിട്ടാണ് സുന്നികളെ കാഫിറാക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ഷിർക്കിന്റെ പ്രചാരകരായിട്ട് ഇവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയില്ലേ? ഇതിലിപ്പോ അദ്ദേഹം പറഞ്ഞത് പച്ച മലയാളത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് എഴുതിയതിനാണ് എന്ത് ചെയ്യുന്നത്, ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു വേള ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ജാതിപത ഭേദമന്യേ അതിനെന്തുണ്ട്, ഒരു കോമൺ ആൻസർ ഉണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന ന്യായം ആരാധനയാകാത്ത പ്രാർത്ഥനയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിഡൻസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേരളത്തിൽ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചൊരു പ്രോഗ്രാമാണ്. ബഹുമാനായ മാലിക് സലഫിയും മൂസ സലാഹിയാണ് ഇതിൽ സംസാരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സമസ്തയുടെ ആശയങ്ങൾ, അബദ്ധജടിലമായ ആശയങ്ങൾ തെളിവ് നിരത്തി അത് മുഴുവൻ ജനങ്ങൾക്ക് വളരെ കൃത്യമായി ക്ലിപ്പുകൾ കാണിച്ചും അവരുടെ ഉദ്ധരണികൾ കാണിച്ചും പ്രമാണങ്ങൾ നിരത്തിയൊക്കെ തെളിയിച്ചു കൊടുത്ത ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. കാണാത്ത ആളുകളൊന്ന് കാണുന്ന നന്നായിരിക്കും ആ പ്രോഗ്രാം മൊത്തത്തിൽ. അപ്പോൾ ആ പ്രോഗ്രാമിൽ ചെറിയൊരു ഭാഗമാണത്. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവർ പറയാറുണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന്. മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും വളരെ ശക്തിയോടുകൂടി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെടുക്കുന്ന അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ സഹായം തേടാറുള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി ഞങ്ങൾക്കില്ല എന്ന് ഇവർ എല്ലാ കാലത്തും പറയുന്നൊരു കാര്യമാണ്. പ്രാർത്ഥന അള്ളാഹോട് മാത്രമേ പാടുള്ളൂ, അത് ശരി തന്നെ, പക്ഷേ ഞങ്ങൾ തേടുന്നതൊക്കെ സഹായത്തേട്ടമാണ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് ഒളിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോഴാണ് പൊന്മളയുടെ ഒരു ഫത്വ എടുത്തിട്ട് പിന്നെ മാലിസൽഫി കാണിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുന്നുണ്ട്, അതിന് നിങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനായ മാലിസൽഫി ആ ഭാഗം അവിടെ കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് പൊതുവെ ന്യായീകരിച്ചൊന്നും ആരും വരാറില്ല. പക്ഷേ ഈ ഉസ്താദ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ആരാധനയുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്, ആരാധന ഇല്ലാത്തൊരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും പറയാത്തൊരു വിശദീകരണമാണ് ഇദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥന ആരാധന അല്ലാത്തൊരു പ്രാർത്ഥന ഇവർ ഖുർആനിൽ കാണിച്ചെന്നാൽ മതി. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ട്, സക്കരിയ നബിയുടെ പ്രാർത്ഥനയുണ്ട്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അവർ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ നടത്തുന്ന പ്രാർത്ഥന ഖുർആനിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലും പ്രാർത്ഥന എടുത്താൽ ഖുർആനിൽ ഇന്ന പ്രാർത്ഥന ആരാധന ഉള്ളതാണ്, ഇന്ന പ്രാർത്ഥന ആരാധന ഇല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നൂറുകണക്കിന് പ്രാർത്ഥനകളുണ്ട്. നിസ്കാരത്തിന് ശേഷം, നിസ്കാരത്തിന് മുമ്പ്, നിസ്കരിക്കുന്ന സമയത്ത്, അങ്ങനെ ഓരോ സമയത്ത് ചെല്ലാനുള്ള ദിക്റുകൾ പ്രാർത്ഥനകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ആരാധന ഇല്ലാത്തൊരു ഉദാഹരണം കാണിച്ചാൽ മതി, പക്ഷേ അവർക്ക് കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ഒന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തന്നെ ആരാധനയാണ്, അത് ആരാധനയുടെ മജ്ജയാണ്. എല്ലാ ആരാധനയും ഈ പ്രാർത്ഥന അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രാർത്ഥന പിന്നെ ആരാധന ഇല്ലാത്തൊരു ഐറ്റംസ് എന്തില്ല, ഖുർആനിലില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഉസ്താദ് ഇപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ചിലവിന് വന്നാൽ നമ്മൾ ഉസ്താദ് പറയാണ് ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയുന്നൊരു ഭാഗമാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഉസ്താദ് ചോദിക്കുക ആരാധന ഉള്ള പ്രാർത്ഥനയാണോ ആരാധന ഇല്ല എന്ന് ഏതെങ്കിലും ഉസ്താദ് ചോദിക്കണം എടുക്കണോ? അങ്ങനെ ഒന്നും ഇല്ല, അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അത് കൺഫ്യൂഷൻ ഇല്ല. ആ പുസ്തകം കറക്റ്റ് പ്രാർത്ഥിച്ചു കൊടുക്കും. ഇങ്ങനത്തെ വിഷയം വരുമ്പോൾ മാത്രം ആരാധന അല്ലാത്ത പ്രാർത്ഥനയാണ് ആരാധന ഉള്ളത്, ആ ഉസ്താദിന് സംശയമില്ല. ഇപ്പോൾ ഇവരൊക്കെ ന്യായിക്കണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഉമ്മാനോട് സഹായം തേടുന്ന പോലെയാണ് ഈ ആരാധന ഇല്ലാത്ത പ്രാർത്ഥന. പക്ഷേ ഇവർ പ്രാർത്ഥിക്കുന്ന ഇപ്പോൾ തങ്ങളെ കാക്കണേ, തങ്ങളെ കാണുന്നില്ല, തങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ പ്രാർത്ഥന ധരിച്ച് പറയാമല്ലോ, ഇവർ പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും, അതേപോലെ തന്നെ ഇവർ സഹായം തേടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യണം? ആമീൻ ആമീൻ ഇങ്ങനെ ആമീൻ എടുക്കണം കാണാം. ഇതൊരു ആരാധന അല്ലാത്തൊരു പ്രാർത്ഥന എന്തിനാണ് ആമീൻ പറയണത്? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉമ്മയുടെയൊക്കെയാണ്, ഉമ്മ എനിക്ക് കഞ്ഞി ചോദിച്ചാൽ ആമീൻ, ഉപ്പ എനിക്ക് പൈസ ചോദിച്ചാൽ ആമീൻ ആരും പറയുമോ? ആരും പറയില്ല, സാധാ സഹായത്തായിട്ടാണ് എന്ന് പറയണമെങ്കിൽ. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവർ ആരാധനാ സ്വഭാവത്തിൽ തന്നെ ജനങ്ങൾ കാണുകയും ഇവരങ്ങനെ തന്നെ പഠിപ്പിക്കുകയും അള്ളാഹുവിനോട് തേടുന്നത് പോലെ തന്നെ ഇവർ തേടാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല നമുക്കറിയാം ഇതിങ്ങനെ പറയുന്നതിന് ഈ യാഥാർത്ഥ്യം ഇവർ ഉസ്താദുമാർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാർത്ഥനയല്ല, ഞങ്ങൾ സഹായം തേടുകയേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിനോട് നടത്തുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം, മനുഷ്യന്മാർ നടത്തുന്നതിന് സഹായതേട്ടം എന്നാണ് പറയുക, അതിന് അപേക്ഷ എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞ് ഇവരിതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഭാഗമാണ് ശരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാലിസൽഫി കാണിക്കുന്നുണ്ട്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം. അപ്പോൾ ആ ഭാഗം ഒന്ന് കാണുന്നത് നല്ലതാണ്. ഇവർ തന്നെ ആരാധന അള്ളാഹുവിനോട് നടത്തുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാം, മനുഷ്യന്മാർ നടത്തുന്നതിന് സഹായത്തേട്ടം എന്ന് പറയുന്നൊരു വാചകം നമ്മളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന ഭാഗം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല, അപേക്ഷിക്കല. ദൈവത്തോട് ചോദിക്കുന്നതിന്, ഈശ്വരനോട് ചോദിക്കുന്നതിന്, പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ്
പ്രാർത്ഥിക്കുക എന്നുള്ളത്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത്. മുതലാളിയോട് പോയി പ്രാർത്ഥിച്ചു എന്ന് പറയും ആരെങ്കിലും? അപേക്ഷിച്ചു എന്ന് പറയും. ആരോഗ്യമുള്ളവരോട് പ്രാർത്ഥിച്ചു എന്ന് പറയോ? അപേക്ഷിച്ചു എന്ന് പറയും. പണക്കാരനോട് അപേക്ഷിച്ചു എന്ന് പറയും. അക്കളോട് ഇസ്തിഗാസ ചെയ്യും, സഹായം തേടി എന്ന് പറയും. അപ്പോൾ അപേക്ഷിച്ചു എന്ന് പറയും. ഇത് നിങ്ങൾ ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണ്. ആ പ്രാർത്ഥിച്ചു എന്നുള്ളത് അത് മെല്ലെ വെട്ടിമാറ്റി കളഞ്ഞ അത്ര വലിയ സൂത്രമൊന്നും വേണ്ട. അതൊന്നും സുന്നത്തിയമായതിന് മുമ്പിൽ നടക്കൂല എന്ന് ഈ സമയത്ത് തന്നെ ഉണർത്തുക. പേരോട് കറക്റ്റ് ക്ലിയറായി പറയുന്നുണ്ട്. ചില അള്ളാഹുവിനോട് നടത്തുന്നതിനാണ് എന്ത് പറയുക, അവൻ ആരാധന സ്വഭാവത്തിലുള്ളതിന് എന്ത് പറയുള്ളൂ, പ്രാർത്ഥന എന്ന് പറയാറുള്ളൂ. മനുഷ്യന്മാർ നടത്തുന്നതിന് ഇതാണ് മാലിക് സലഫി തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇദ്ദേഹം മുജാഹിദല്ല എന്ന്. ആര്? ആ പൊന്മള പൊന്മള മുജാഹിദല്ല എന്ന് പറയുന്നുണ്ട്. കാരണം പേരോട് പറഞ്ഞത് മുജാഹിദുകളാണ് പ്രാർത്ഥന. അതെ അതെ അതെ. അത് ഈ മുസ്ലിയാർ എന്താക്കിയതാണ്, ബോധപൂർവം ഒഴിവാക്കാണ് ചെയ്തത്. അതെ അതെ. പേരോടെ ക്ലിപ്പാണ് ആദ്യം മത്സരം ഇട്ടത്. അപ്പോൾ ഇദ്ദേഹം പേരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അള്ളാഹ് നടത്തിനോട് പ്രാർത്ഥന എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയാറില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പൊന്മയുടെ ആ വാചകം എടുത്ത് വായിക്കണം. മുപ്പര ആ ഭാഗം കാണാത്തതുകൊണ്ടോ അദ്ദേഹം കണ്ടത് മറച്ചു വെക്കുന്നതാണ്. മാത്രമല്ല പിന്നെ വാചകത്തിൽ പിടിച്ച് നമ്മൾ ഇവരെ ഒരു ശിർക്ക് ആരോപിക്കില്ല. നമ്മൾ ആരും മുശ്രിക്കാക്കാൻ നോക്കുകയല്ല. എല്ലാവരും നമ്മൾ ശിർക്ക് ഒഴിവാക്കി അവർ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇസ്ലാമിലായി മരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊന്മളയുടെ ആ ചോദ്യം എന്താണ്, മുഹിയുദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? വളരെ ഡയറക്റ്റ് ചോദ്യമാണത്. മരിച്ചു പോയ ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോൾ അതേ കൊടുക്കുന്ന മറുപടി എന്താ, അനുവദനീയമാണ്. ഇത് എത്ര ഗൗരവപ്പെട്ട വാചകമാണ്. ഇതിനെയും ന്യായീകരിച്ചുകൊണ്ട് ചില ആളുകൾ ഇന്ന് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? പിന്നെ ഇതിനപ്പുറം എന്തവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്തത്? അപ്പോൾ നമ്മൾ ആ വാചകത്തിൽ അവർ വിശ്വസിക്കുന്നതാണ്, വേറൊരു വിളിയല്ല, വേറൊരു സഹായത്തേട്ടല്ല. മരിച്ചുപോയ ആളുകൾ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും, അവർ ഏത് ഭാഷയും മനസ്സിലാക്കും, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ തേട്ടങ്ങൾ അറിയും, നമ്മുടെ പ്രയാസങ്ങൾ അവർക്ക് കാണാൻ കഴിയും, അറിയാൻ കഴിയും, നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ അറിഞ്ഞ് അവർക്ക് നമ്മോട് സഹായിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വിളിച്ചു പോയി സഹായം തേടുന്നത്, പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദ. അപ്പോൾ പ്രാർത്ഥന ആരാധന ആയതൊന്ന് എങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം എന്തേ ഉള്ളൂ പ്രാർത്ഥിക്കുക, അവരിൽ ഒന്നിനും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് നബിയെ അങ്ങ് പ്രഖ്യാപിക്കൂ എന്ന് ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം എത്രയോ വർഷങ്ങൾ പ്രവാചകൻ്റെ റൂമിൻ്റെ വിരിയുടെ ചാരത്ത് ആയിഷ ബി റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഞാൻ ആരാധന അല്ലാത്തൊരു പ്രാർത്ഥന നടത്തട്ടെ എന്ന് പറഞ്ഞ് പ്രവാചകൻ്റെ ഖബറിൽ പോയി പ്രാർത്ഥിച്ചൊരു സംഭവം ഉണ്ടോ? പ്രവാചകൻ്റെ സ്വഹാബത്തിന് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി, എന്തെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അവർക്ക് ഖലീഫ ആരാണെന്ന് നിശ്ചയിക്കാൻ കുറേ ദിവസങ്ങൾ പിടിച്ചു. പിന്നെ ഓരോ യുദ്ധങ്ങൾ വരെ ഉണ്ടായി, പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ഏതെങ്കിലും ഒരു സ്വഹാബി നബിയുടെ ഖബറിൽ വന്നിട്ട് ഞാൻ ആരാധന അല്ലാത്തൊരു പ്രാർത്ഥന നടത്താം എന്ന് പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടില്ലല്ലോ. അവരെ മനസ്സിൽ ദുആ എന്ന് പറഞ്ഞാൽ തന്നെ അത് ആരാധനയുള്ള അള്ളാഹുവിനോട് നടത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ആരാധനയായി വിശ്വാസികൾ കാണണം. സൂറത്തുൽ അഹ്കാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു. അള്ളാഹു അല്ലാത്തവരോട് ദുആ നടത്തുന്നവർ അവനേക്കാളും, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അവിടെ ഒരു വ്യത്യാസമില്ല. ഖുർആൻ നേരെ ഡയറക്റ്റ് പറയാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അതിന് വലിയ അക്രമിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നിരന്തരം പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ പൊന്മയുടെ വാചകത്തെ അതുകൊണ്ട് അവഗണിച്ച് പോവാണ് വേണ്ടിയിരുന്നവർ, അല്ലെങ്കിൽ ആ പറയുന്നത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞ് തിരുത്തേണ്ടതിന് പകരം ഇവരത് ന്യായീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ നടത്തുന്നത് പ്രാർത്ഥന തന്നെയാണ് എന്ന് പച്ച മലയാളത്തിൽ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രയാസം. മാഷാ അല്ലാഹ്. ഏതായിരുന്നാലും പ്രാർത്ഥന എന്നുള്ളത് ഏതൊരു പച്ചയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിനോട് ചോദിച്ചാൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അയാൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത് സൃഷ്ടാവിനോട്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുന്നതാണെന്ത് പ്രാർത്ഥന എന്നുള്ളത്. എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരുപോലെ അറിയുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ സമസ്തയിലെ പല ഉസ്താദുമാരും അത് വാമൊഴിയായും വരമൊഴിയായും എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്തി തേടി പോകുന്നതിൻ്റെ പകരം അത് തെറ്റാണല്ലോ, അത് തിരുത്തേണ്ടത് തന്നെയാണല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദെ, ഇതിലിപ്പോൾ ഇയാൾ ഈ ഒരു ആരാധനയാകാത്ത പ്രാർത്ഥനയുണ്ട് എന്ന ന്യായീകരണം പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും അതിനെല്ലാവരും ചോദിക്കുക എന്തായാലും ഒരു തെളിവുണ്ടോ എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം അതിനെ സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്,
ഇതാ പിടിച്ചോളൂ, ഒരു തെളിവ് അതിനുണ്ട്, ആരാധനയാകാത്ത പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം അത് ഫത്വ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിച്ച ക്ലിപ്പിൽ അദ്ദേഹം ഒരു ഹദീസ് കൂടി ഉദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യഥാർത്ഥ വശം നമുക്ക് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസ് അതിനെ മുഹദ്ദിസുകളും അതുപോലെ തന്നെ ഫുഖഹാക്കളും ഒക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓരോരുത്തരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദീന് പൊളിഞ്ഞു പോകുമെന്നത് പണ്ട് ഇബ്നു മുബാറക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഇസ്നാദ് ഫിദ്ദീൻ. അപ്പോൾ മൂലർ പറഞ്ഞതിന് വല്ല സനദുണ്ടാന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണല്ലോ. ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാകുമ്പോൾ സ്വാഭാവികമാണ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിന് ഇമാം നവവി റഹിമഹുല്ല ബാബ് വെച്ചിട്ടുണ്ട്. ഏത് ബാബിലാണ് ഇതിനെ ഇമാം നവവി റഹിമഹുല്ല മനസ്സിലാക്കിയതെന്ന് മുസ്ലിയാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പ്രശ്നം തീരുമായിരുന്നു. കിതാബുൽ ഫറായിദിലാണ് ഇമാം നവവി റഹിമഹുല്ല അതല്ലെങ്കിൽ ഈ ഹദീസ് വന്ന ഭാഗത്തിന് ഇമാം നവവി റഹിമഹുല്ല ബാബ് വെച്ചത് കിതാബുൽ ഫറായിദ് എന്നാണ്. അപ്പോൾ ഈ കിതാബുൽ ഫറായിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഇവിടെ ഹദീസിലുള്ളത് ഇങ്ങനെയാണ്: അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫി കിതാബില്ല. അതായത് ഞാൻ ജനങ്ങളിൽ മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുത്തയാളാണ് എന്നുള്ളത് അള്ളാഹിൻ്റെ കിതാബിൽ വന്ന കാര്യമാണ്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൻ നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികൾക്ക് സ്വദേഹത്തേക്കാളും അടുത്തയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബിയോടുള്ള നമ്മുടെ അടുപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന ആ കാര്യത്തെ പഠിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നബി പറഞ്ഞത്, അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫി കിതാബില്ലാഹി അസ്സ വജല്ല. എന്നിട്ട് പറയാം, ഫ അയ്യുക്കും മൻ തറക ദൈനൻ. നിങ്ങൾ ആരെങ്കിലും മരിക്കുന്ന സമയത്ത്, അതായത് ഇത് ഫറായിദിൻ്റെ ബാബിലായതുകൊണ്ട് അതിനങ്ങനെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. കാരണം തെരിക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് അയാൾ വിട്ടേച്ചു പോകുന്ന സ്വത്താകാം, ബാധ്യതകളാകാം, ഇതൊക്കെ തെരിക്കാന്ന് പറയും. അപ്പം ഫ അയ്യുക്കും മൻ തറക ദൈനൻ, ആരെങ്കിലും മരിക്കണ സമയത്ത് അയാൾ കടക്കാരനായിക്കൊണ്ടാണ് മരിക്കുന്നത്. അതല്ലെങ്കിൽ ഔ ലയ്അത്തൻ, അയാൾക്ക് നിരാലംബരായിട്ടുള്ള കുടുംബക്കാരാണുള്ളത്. അതായത് അദ്ദേഹത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മരിച്ചതോടുകൂടി അവരൊക്കെ എന്തായി, പട്ടിണിപ്പാവങ്ങളും പ്രയാസത്തിലും ആകുന്ന അവസ്ഥയിലാണുള്ളത് എങ്കിൽ ഫദുഉനി. മുസ്ലിയാർ പറഞ്ഞ കണക്ക് നോക്കുകയാണെങ്കിൽ അവരെന്നോട്, അപ്പോൾ നിങ്ങൾ എന്നോട് എന്താക്കുക, പ്രാർത്ഥിക്കുക എന്നാണ്. അത് പേരോട് ഇതിൻ്റെ തൊട്ടുമ്പ് പറഞ്ഞൊരു സാധനമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയിക്കാണ്ട് പ്രാർത്ഥിക്കലില്ല പെർമിഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ ഫദുഉനി എന്ന് പറഞ്ഞാൽ അവരെന്നോട് ചോദിച്ചു കൊള്ളട്ടെ എന്നാണ്. അത് ആ കടം വീട്ടാൻ ആവശ്യമായ പണം ചോദിക്കണം. ഇത് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുത്തുഹാത്തുകൾ അഥവാ ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലയ്ക്ക് രാജ്യം വിശാലമാവുകയും മദീനയുടെ പുറത്തു നിന്ന് തന്നെ സമ്പത്തുകളൊക്കെ മദീനയിലേക്ക് വരികയൊക്കെ ചെയ്തു. യുദ്ധത്തിലൂടെയും മറ്റുമൊക്കെ ഗനീമത്ത് സ്വത്തും അതുപോലെ തന്നെ ഫൈഉമൊക്കെ വന്ന സമയത്ത്, ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു പദപ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നത് കൂടുതൽ നമ്മൾ ഈ ഹദീസിനെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കാണാൻ കഴിയും. അതിൻ്റെ മുമ്പ് കാലങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നബിയുടെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കാറുള്ളത് ഇയാൾക്ക് കടമുണ്ടോ എന്നാണ്. ഹൽ തറക്കലി ദൈനിഹി ഫദ്ല, ഇയാളുടെ വല്ല കടത്തിലും വല്ല ബാക്കിയും ഇനി ഉണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇന്നഹു ഹുദ്ദിസ അന്നഹു തറക്ക, അദ്ദേഹം കുറച്ച് കടം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, സല്ലു അലാ സാഹിബിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സാഹിബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരന് വേണ്ടി നിസ്കരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിൽക്കാറായിരുന്നു പതിവ്. എന്നാൽ ഇത്തരത്തിൽ പുറത്തു നിന്നും മറ്റുമൊക്കെ ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലക്ക് തന്നെ രാജഖജനാവിലേക്ക് സ്വത്തുക്കളും മറ്റൊക്കെ വന്നു തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറഞ്ഞതാണ്, അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഫമൻ തുവഫിയ മിനൽ മുഅ്മിനീന ഫതറക ദൈനൻ ഫഅലയ്യ ഖളാഉഹു അത് വീട്ടിൽ എൻ്റെ മേൽ ബാധ്യതയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിലെ ഭരണാധികാരിയാണ്. അപ്പോൾ ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു മുസ്ലിമിൻ്റെ കടം അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കോ മറ്റോ വീട്ടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് സ്വത്തോ മറ്റൊന്നുമില്ല, അങ്ങനത്തെ അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തിട്ട് എന്താക്കും, വീട്ടും. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് ഫഅലയ്യ ഖളാഉഹു വമൻ തറക മാലൻ ഫലി വറസതിഹി. ഇനി ആരെങ്കിലും സ്വത്ത്
അവശേഷിപ്പിച്ചുകൊണ്ടാണ് മരിക്കുന്നുണ്ട്, അത് അവൻ്റെ അനന്തരാവകാശികൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതേ സംഭവത്തിൽ തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുമ്പോൾ മറ്റൊരു ലഫ്ദിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നമുക്ക് ഫഇൻ തറക ദൈനൻ ഔ ലയഅൻ ഫൽയഅ്തിനി എന്നാണ് പറഞ്ഞത്. ഫൽയഅ്തിനി സമാനമായ അതേ സംഭവത്തെ പറഞ്ഞ് ഫൽയഅ്തിനി, അവൻ എൻ്റെ അടുത്ത് വന്നുകൊള്ളട്ടെ എന്നാണ്. വ്യക്തമായി. അതെ. അന മൗലാഹു, അപ്പോൾ അവനുള്ള സഹായി ഞാനോ, അവൻ്റെ വലിയ ഞാനാണ്. അവിടെ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്, കല്യാണത്തിന് പെണ്ണിൻ്റെ ഒരു വലിയ ഉണ്ടാവും. എന്താ വലിയ എന്ന് പറഞ്ഞാൽ അവിടെ പറയാം, അതായത് ആ കല്യാണം നിർവഹിച്ചു കൊടുക്കുന്നയാൾ, ഉത്തരവാദിത്തമുള്ള രക്ഷാധികാരി. അതുപോലെ തന്നെ ഞാനാകുന്നു അവൻ്റെ രക്ഷാധികാരി. അതുകൊണ്ട് അവൻ്റെ ധനം ഞാൻ വീട്ടിക്കൊള്ളാന്നാണ് നബി പറഞ്ഞത്. അതിനെയാണ് മുസ്ലിയാർ എന്താക്കിയത്, ഫദോഹിനി. ഇക്കാലത്തിലാണ് ഇവരെന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കടം വന്ന് മരിച്ചാൽ ഒക്കെ നബിനോട് തോരുന്നോളി, നബി വീട്ടിക്കോളി എന്ന് പറയും. ഇവർക്കൊന്നും ആ നിലക്കൊക്കെ ഈ കടം കൊടുക്കാൻ പോലും പറ്റും തോന്നുന്നില്ല. കാരണം സ്വാഭാവികമാണ്, കടം തിരിച്ചു തരാതെ ഒരു പറയുന്നത് നബി വീട്ടിക്കോളൂ, നിങ്ങൾ തോരുന്നാൽ മതി എന്ന് പറയുന്നിടത്തേക്കാണ് സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രാർത്ഥനയില്ല, ഇസ്തിഗാസ ഇല്ല, തവസ്സുലില്ല, ഒന്നുമില്ല. ഈ ഹദീസിനെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഫിഖ് ഇസ്തിംബാത്ത് ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞത്, ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക സർക്കാർ ഉള്ള ഇടങ്ങളിൽ ഒരു മുസ്ലിം കടക്കാരനായിക്കൊണ്ട് മരിച്ചാൽ ആ മുസ്ലിമിൻ്റെ കടം വീട്ടൽ ഇസ്ലാമിക രാജ്യത്ത് സർക്കാരിന് ബാധ്യത ഉണ്ട്. അവരെന്താക്കണം, അതിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം മരിച്ചു, അദ്ദേഹം കടക്കാരനായിക്കൊണ്ടാണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ ഉള്ള ഒന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രാരാബ്ധത്തിലും പട്ടിണിയിലുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും, ഈ ഗാരിമ് എന്ന് പറഞ്ഞ വിഭാഗം, സക്കാത്തിൻ്റെ അവകാശികൾപ്പെട്ട ഗാരിമിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സക്കാത്തിൽ നിന്നുള്ള ധനം എന്താക്കണം, നൽകണം എന്നാണ്. അപ്പോൾ സക്കാത്ത് കമ്മിറ്റികൾ അവരുടെ ബാധ്യതയായിക്കൊണ്ടാണ് എന്താക്കേണ്ടത്, അവർ മനസ്സിലാക്കേണ്ടത്. ആ കമ്മിറ്റികൾ ഇയാളുടെ കടം വീട്ടാൻ ആവശ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്താക്കണം, പെട്ടെന്ന് വീട്ടിൽ കൊടുക്കണം എന്നൊക്കെ ഈ ഹദീസിൽ നിന്ന് കിട്ടുള്ളൂ. അല്ലാതെ ഇത് ഉദൂനിന്നോട് കാണുമ്പോഴത്തേന് ഖുർആനിൽ ഉദൂനി ഉണ്ടല്ലോ, അപ്പോൾ ഹദീസിൽ ഉദൂനി വന്നപ്പോൾ രണ്ടും ഉദൂനിയും കൂടി, അപ്പോൾ ഇത് പ്രാർത്ഥനയല്ലാത്ത ഉദൂനിയും മറ്റേത് പ്രാർത്ഥനയാവുന്ന ഉദൂനിയാണെന്ന് അല്ല. ഇതിൽ പ്രാർത്ഥനയുമായി ഒരു ബന്ധവുമില്ല. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തങ്ങളുടെ ദുർബലമായ വാദത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പച്ചക്കളവ് പറയുകയാണ് ഈ വിഷയത്തിൽ. മാത്രമല്ല, ഈ ഹദീസ് പറഞ്ഞ സ്വഹാബികളോടാണ്. സ്വഹാബികൾ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം കടം കുടുങ്ങിയപ്പോൾ നബിൻ്റെ ഖബറിൽ പോയിട്ടുണ്ടില്ല, നബി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയണമല്ലോ എന്ന് പറഞ്ഞ് വന്നിട്ടില്ലല്ലോ, പോയിട്ടോ വിദൂരതയിൽ ചെയ്തിട്ടില്ല. മനസ്സിലാകണം എന്താണ്, നബിൻ്റെ ജീവിതകാലത്ത് നബി ഭരണാധികാരിയാണെന്ന നിലക്ക് അവരുടെ ഉത്തരവാദിത്തം നബി ഏറ്റെടുക്കുകയാണ്. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പോലും എന്തില്ല, ഒരൊറ്റ സംഭവം പോലും സ്വഹാബത്ത് കടം തീരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ച ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും സ്നേഹബുദ്ധി ഉണർത്താനുള്ളത്, ഒന്ന് പ്രാർത്ഥന എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് റഹ്മാനായ റബ്ബിനോട് മാത്രം തേടേണ്ടതാണ്. അതല്ലാത്ത അള്ളാഹു അല്ലാത്ത ആരിലേക്ക് അത്തരമൊരു തേട്ടത്തെ തിരിച്ചുവിടുന്ന വാദങ്ങൾ കേട്ടാലും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, പാടില്ലാത്ത, നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത തെറ്റായ ശിർക്കായ വാദങ്ങളാണ്, തേട്ടങ്ങളാണ് എന്ന് മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യുക. അതോടൊപ്പം അത്തരത്തിലുള്ള വാദങ്ങൾക്ക് എന്തില്ല, ഖുർആനിലോ ഹദീസിലോ മുൻഗാമികളായ ഇമാമിങ്ങളിൽ നിന്നോ യാതൊരു തെളിവും നമുക്കുണ്ടാവുകയില്ല. ഒമയ്യദോമ അല്ലാ ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി, അത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു തെളിവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി ഉണർത്തിയതാണ്. ആ ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.